നമസ്കാരം. CJPയുടെ സമരം കഴിഞ്ഞപ്പോൾ സ്വയം വെളിപ്പെട്ട ചിലരെക്കുറിച്ച് നമ്മൾ നേരത്തെ 2 വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ വെളിപ്പെട്ട ഞാൻ അതുമാത്രമല്ല കൂടുതൽ വെളിപ്പെടാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചിലരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അത്തരക്കാരിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. ഈ സമരം അവസാനിച്ചപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ പിരിവെട്ടി നടക്കുന്ന കുറേ നിരാശാഭരിതരായ സംഘി ചങ്ങായിമാർ, പ്രിവിലേജുകളിൽ കുറിച്ച് ചരടും കെട്ടി നടക്കുന്നവർ തെറിവിളിച്ചും അപരാധം പറഞ്ഞും വായിൽ കൊള്ളാത്ത തോന്നിയാസങ്ങൾ വിളിച്ചു പറഞ്ഞും പൊതുമധ്യത്തിൽ സ്വയം നഗ്നരാവുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് മാത്രമല്ല, നരേന്ദ്രമോദി മുതൽ അമിത്ഷാ വരെയുള്ളവർ ചോദ്യം ചെയ്യപ്പെടുന്നത് മാത്രമല്ല, തങ്ങളുടെ പ്രിവിലേജുകളുടെ അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ കൈ ചൂണ്ടപ്പെടുമ്പോൾ ഇതൊക്കെ കൈവിട്ടു പെഴുകുമോ എന്ന ആശങ്കകൾ കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം അവരുടെ മഹിമക്ക് നേരെ കൈ ചൂണ്ടിയവരെ അധിക്ഷേപിക്കാനും ആക്രോശിക്കാനും അവർക്ക് ഒരു മടിയുമില്ലാതെ മുന്നോട്ട് വരാൻ കഴിയുന്നത്. അച്ഛൻ കേന്ദ്രമന്ത്രി പദത്തിൻ്റെ ചുറ്റും കറങ്ങുന്ന മകൻ, BJP നൽകിയ അധികാര സ്ഥാനങ്ങളിൽ അഭിരമിക്കുന്ന നടി, സംഘപരിവാർ വേദികളിൽ വിഡ്ഢിത്തം വിളമ്പി കാലം കഴിച്ചു പോരുന്ന ബുദ്ധിജീവികൾ, ഇവരെല്ലാം അമ്പും തുമ്പും തിരിയാതെ അതും ഇതും വിളിച്ചു പറഞ്ഞ് സ്വയം വെളിപ്പെടുന്ന അസാധാരണ കാഴ്ച. CJP സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്ത് TG മോഹൻദാസ് ഒന്നും സംഭവിക്കാത്തതുപോലെ കേരളത്തിലെ നടന്നു പോവുകയാണ്. കങ്കണ സെന്നും സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും വരെ പൊതുമധ്യത്തിൽ അധിക്ഷേപത്തിൻ്റെ വ്യത്യസ്ത ഭാഷയുമായി പ്രത്യക്ഷപ്പെടുകയാണ്. ആദ്യം മാധവ് സുരേഷിൽ നിന്ന് തുടങ്ങാം. മാധവ് സുരേഷിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലെ രോഷത്തിൽ എല്ലാം വ്യക്തമാണ്. അദ്ദേഹം ആ സ്റ്റോറിയിൽ പറയുന്ന പോയിന്റുകൾ ഇങ്ങനെ വായിക്കാം മലയാളത്തിൽ. പഞ്ചാബിൽ നടക്കുന്ന അനീതിക്കെതിരെ പാറ്റകൾ എന്നാണ് പ്രതികരിക്കാൻ പോകുന്നത്? അതോ വിദ്യാഭ്യാസവും വിദ്യാർത്ഥികളും BJPക്കെതിരാകുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണോ? അതോ AAP എതിരാകുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമോ? അതോ വാഴപ്പിണ്ടിയാകുമോ? എവിടെ പോയി നിങ്ങളുടെ നായകന്മാർ? മിക്ക ആളുകളും അവരെ രക്ഷകരായി കാണുന്നുണ്ടല്ലോ. എല്ലാവരും എന്താണ് മിണ്ടാതിരിക്കുന്നത്? BJP സർക്കാർ ശരിയായ തീരുമാനമാണ് എടുത്തത്. അത് ചിലർക്ക് ദഹിക്കില്ല എന്നുറപ്പാണ്. പക്ഷേ അതേ കൂട്ടരെ ബാധിക്കുന്ന, നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ ഭാവിയെയും ബാധിക്കുന്ന പഞ്ചാബിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സമരത്തെ പിന്തുണച്ച ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും യഥാർത്ഥ ലക്ഷ്യം അത് മനസ്സിലാക്കാൻ ഇതുപോലെ സ്വന്തം നേട്ടത്തിനായി വിദ്യാർത്ഥികളെ ഉപയോഗിക്കുക. ഇതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നത്. നാണമില്ലാത്ത മാധ്യമങ്ങളെ ധൈര്യമുണ്ടെങ്കിൽ ഇതും റീപോസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. നിർഭാഗ്യവശാൽ BJPക്കെതിരെ സംസാരിക്കുന്നത് എന്തോ വലിയ സംഭവമായി കരുതുന്നതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുന്നു. എന്നാൽ BJP ഉൾപ്പെടാത്തിടത്തോളം കാലം യഥാർത്ഥ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. മണ്ടരാകാതിരിക്കൂ, ആദ്യം ഇന്ത്യക്കാരനാകൂ. നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ച അത്രയും ഉറക്കെ പഞ്ചാബിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും സംസാരിക്കൂ. നിങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ നിങ്ങളെ നിശബ്ദനാക്കാനാണോ, സത്യത്തിന് നേരെ കണ്ണടപ്പിക്കാതിരിക്കാനോ സമ്മതിക്കരുത്. സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന CJP പഞ്ചാബിൻ്റെ കാര്യം വന്നപ്പോൾ എവിടെ പോയി? അവിടെ ഭരണത്തിൽ BJP അല്ലാത്തതു കണ്ട് അവരുടെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? അഭിജിത് ദീപ് സഹോദര, മറുപടി പറയൂ. എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട എൻ്റെ നിലപാടിനെ എതിർക്കുകയും എന്ന അന്ധരായ സംഘി എന്ന് വിളിക്കുകയും ചെയ്യുന്ന എല്ലാ കമ്മികൾക്കും നിഷ്പക്ഷർക്കും വേണ്ടിയാണ് ഇത് ഇവിടെ പറയുന്നത്. എവിടെ പോയി നിങ്ങളിപ്പോൾ? അണ്ണാക്കിൽ പിരിവെട്ടിയോ? നട്ടലില്ലാത്തവന്മാരെ, വിദ്യാർത്ഥികളുടെ സമരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. CJPയിലെ ഒരു പാറ്റകളെയും എവിടെയും കണ്ടില്ല. CJP തട്ടിപ്പുകാരുടെ കൂട്ടമാണ്. അവർ ഉടൻ തുറന്നു കാട്ടപ്പെടും. അന്ധമായി വിശ്വസിക്കുന്നവരെ നിങ്ങളുടെ വിശ്വാസം കൈവിടാതെ പിടിച്ചോളൂ. അവർ യഥാർത്ഥത്തിൽ തുറന്നു കാട്ടപ്പെടുമ്പോൾ നിങ്ങൾ അഭിപ്രായം മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് മാധവ് സുരേഷ് പറഞ്ഞ പോസ്റ്റ്. മൂപ്പരുടെ കലിപ്പ് മൊത്തം ഇതിലുണ്ട്. ആ ഭാഷയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പും എന്താണ് എന്ന് സ്വയം വെളിപ്പെടുന്നുണ്ട്. സ്വയം CJP വെളിപ്പെടുമെന്ന് പറഞ്ഞ് മാധവ് സുരേഷ് സ്വന്തം ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഈ കലിപ്പ് തീർത്തുകൊണ്ട് പറയുകയാണ്. ഇനി മാധവ് സുരേഷ് പറഞ്ഞതിലെ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ടബോട്ടറിയാണ് അദ്ദേഹം പ്രയോഗിക്കുന്ന തിയറി. അതായത് ഞാനും എൻ്റെ കൂട്ടരും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതുമായി ബന്ധമില്ലാത്ത മറ്റൊരു കാര്യം പറഞ്ഞ് തടി കയച്ചലാക്കുന്ന പരിപാടി. താൻ മഹാനാണ് എന്നും BJP മഹത്തരമാണ് എന്നും പറഞ്ഞ് പഞ്ചാബിലെ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുകയാണിപ്പോൾ. നീറ്റിൻ്റെ പ്രശ്നം കഴിയും. പഞ്ചാബിൽ പ്രശ്നം വില കുറഞ്ഞ പ്രശ്നമാണ് എന്ന അർത്ഥത്തിലല്ല നമ്മളതിനെ സമീപിക്കുന്നത്. പക്ഷേ പൊതുമധ്യത്തിൽ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചത് പരിഹരിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ വേറൊരു കാര്യം പറഞ്ഞ് അതിലേക്ക് ശ്രദ്ധ മാറ്റാനുള്ള കുതന്ത്രം, അത് ഈ പല രാഷ്ട്രീയക്കാരും പയറ്റുന്നൊരു പരിപാടിയാണ്. പ്രത്യേകിച്ചും BJP പയറ്റുന്ന പരിപാടിയാണ്. അതിൻ്റെ എല്ലാ പിൻഗാമിയുമാവാനുള്ള യോഗ്യത മാധവ് സുരേഷ് ഇവിടെ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു കാര്യം തിരിച്ചു ചോദിക്കാനും പറ്റും. പഞ്ചാബിലെ കാര്യം തന്നെ എടുക്കാം. പഞ്ചാബിലെ പ്രശ്നത്തെക്കുറിച്ച് മാധവ് സുരേഷ് എന്തെങ്കിലും നിലപാട് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മാധവ് സുരേഷ് പഞ്ചാബ് എടുത്തിരുന്നത്. അപ്പോൾ എന്താണ് മൂപ്പരുടെ ആത്മാർത്ഥത എന്ന് വ്യക്തമാണല്ലോ. ഇതിലെ ആത്മാർത്ഥതയും അതിലെ ആത്മാർത്ഥതയും. ഇനി അതുപോട്ടെ, CJP ഉയർത്തിയ നീറ്റ് പ്രശ്നത്തെക്കുറിച്ച് ഈ മാധവ് സുരേഷ് എന്തെങ്കിലും നിലപാട് പറഞ്ഞിട്ടുണ്ടോ? അതില്ലേ ഇല്ല.
എൻ്റെ പാർട്ടി ഉണ്ടാക്കിയതാണല്ലോ. അതുപോട്ടെ, ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അടിസ്ഥാന മനുഷ്യരുടെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇതുവരെ ഈ മാധവ് സുരേഷ് നിലപാട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. കാരണം ഞാൻ ഭരണചക്രത്തിന് ചുറ്റും ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഭരണചക്രത്തെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളും അയാളുടെ മകനുമാണ്. പക്ഷെ നിങ്ങൾ എൻ്റെയും അച്ഛൻ്റെയും അധികാര കേന്ദ്രമായ പാർട്ടിക്കും സർക്കാരിനുമെതിരെ പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ച് നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കും എന്ന് മാത്രം. അപ്പോൾ ഞാൻ പഞ്ചാബിനെ കുറിച്ച് പറയും, രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയും, നട്ടല്ലില്ലായ്മയെക്കുറിച്ച് പറയും, വാഴപ്പിണ്ടിയെക്കുറിച്ച് പറയും, ഒക്കെ പറയും. അല്ലാതെ എനിക്കാരോടെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിട്ടല്ല എന്നാണ് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിൻ്റെ ഈ നീണ്ട രോഷാകുലമായ അസഭ്യ പ്രയോഗങ്ങളിൽ ഉൾപ്പെട്ട് പറയുന്ന കാര്യം. അതായത് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു മാനസിക പ്രശ്നത്തിലും ഒരു സാമൂഹിക പ്രശ്നത്തിലും തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും വരെ ഇടപെട്ടിട്ടില്ല, നിലപാടെടുത്തിട്ടില്ല. അങ്ങനെ തണ്ടലുറപ്പില്ലാത്ത അച്ഛൻ്റെ പ്രിവിലേജിൻ്റെ പുറത്ത് കുറച്ച് സിനിമകളിൽ അഭിനയിച്ച് തകർത്ത നടൻ, ജീവൻ നഷ്ടപ്പെട്ട കുറേ കുട്ടികൾക്ക് വേണ്ടി ശബ്ദിച്ച ഇന്ത്യയുടെ യുവതലമുറയെ ആക്ഷേപിക്കുകയാണ്. അവർക്ക് വേണ്ടി ശബ്ദിച്ചവരെ പള്ളു വിളിക്കുകയാണ്. വിഡ്ഢികളും മണ്ടന്മാരും തട്ടിപ്പുകാരും എന്ന് പറയുകയാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും നേരം മാധവ് സുരേഷ് പറഞ്ഞത് ഓർമ്മയിൽ വെച്ച് ആരാണ് മാധവ് സുരേഷ് എന്നുകൂടി ഓർത്തിട്ട് മാധവ് സുരേഷിനെ മനസ്സിൽ വെച്ചിട്ട് മാധവ് സുരേഷ് തന്നെ പറഞ്ഞ ചില വാക്കുകൾ ആവർത്തിച്ച് ഓർമ്മിച്ചു നോക്കുക. ഒന്ന്, അദ്ദേഹം പറഞ്ഞ നട്ടല്ലില്ലാത്തവന്മാർ. രണ്ട്, വാഴപ്പിണ്ടികൾ, മണ്ടന്മാർ, തട്ടിപ്പുകാരുടെ കൂട്ടം, അണ്ണാക്കിൽ പിരിവെട്ടിയവർ എന്നൊക്കെയാണ് മാധവ് സുരേഷ് എന്ന് പറയുന്ന യുവ കോമള നടൻ പറയുന്നത്. മൂപ്പരുടെ നല്ല മാന്യമായ തറവാട്ട് മഹിമ ഉദ്ഘോഷിക്കുന്ന ഭാഷയിൽ അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുന്നയിച്ച് സ്വീകരിക്കപ്പെട്ട ഒരു സംഘത്തെക്കുറിച്ചും അവരെ പിന്തുണച്ച ആളുകളെക്കുറിച്ചും പറഞ്ഞത്. ഇനി ഈ പ്രയോഗങ്ങളെല്ലാം ആരെക്കുറിച്ചാണ് എന്ന് ഒന്ന് മാധവ് സുരേഷിനെ മുൻനിർത്തി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അച്ഛൻ്റെ പ്രിവിലേജിൽ നടു റോഡിൽ അമ്മാനമാടുന്ന പ്രിവിലേജ് ഇല്ലാത്തവരുടെ പോരാട്ടത്തെ അപഹസിക്കുന്ന ആളാണോ? ഇങ്ങനത്തെ പരിഹാസങ്ങളും പള്ളുവിളികളും കേട്ട് നിശ്ചയദാർഢ്യത്തോടെ തനിക്ക് തൻ്റെ ഒരു സഹോദരനോ അല്ലാത്ത എവിടെയോ കിടക്കുന്ന ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ മാത്രം സഹോദരന്മാരായ ആളുകൾക്ക് വേണ്ടി പോരാടുന്ന ആളുകളാണോ? എന്തായാലും മാധവ് സുരേഷിനോട് ചേർത്ത് നിർത്താവുന്ന ഇത്തരത്തിലുള്ള നിരവധി പേർ കേരളത്തിലുണ്ട്. അവരൊക്കെ തന്നെ അവർ പ്രയോഗിക്കുന്ന വാക്കുകളിൽ അവരാരാണ് എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ, ഒരു സംഘപരിവാർ ബുദ്ധിജീവി കൈയോടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. സാക്ഷാൽ ടി.ജി. മോഹൻദാസ്. മൂത്ത മാധവ് സുരേഷ് എന്ന് വേണമെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ ടി.ജി. മോഹൻദാസിൻ്റെ ഇളയ രൂപം എന്ന് മാധവ് സുരേഷിനെ വേണമെങ്കിലും വിളിക്കാം. സമരം ചെയ്യാനെത്തിയ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന ആളുകളെ മോശക്കാരാക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെ ഉദ്ദേശം. ചിലർ ക്രൂരമായി മോശക്കാരാക്കുന്നു, ചിലർ ആ ക്രൂരതയെ അടുക്കുന്നേ ഉള്ളൂ എന്നുള്ള വ്യത്യാസം മാത്രം. ആ വിദ്യാർത്ഥിനികളെ ബലാത്സംഗം ചെയ്യാനും വെടിവെച്ച് കൊല്ലാനുമാണ് ടി.ജി. മോഹൻദാസിൻ്റെ ആഹ്വാനം. മേജർ രവിയുടെ ചില പട്ടാള സിനിമകളിലെ ബഡായി പോലെയാണ് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ സമീപനം എന്നും ധരിച്ച് കൈവിറച്ചിരിപ്പാണ് മൂപ്പര്. സമയത്ത് സംഗതി അകത്ത് ചെന്നില്ലെങ്കിൽ വിറ പിടികൂടും. ഓരോ തരത്തിൽ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ മൂപ്പര് പറക്കും. പിന്നെ ഇമാതിരി പലതും വിചാരങ്ങളിൽ കടന്നുകൂടും. അതൊക്കെ ക്യാമറ തുറന്നു വെച്ച് വിളിച്ചു പറയും. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജ്യയോടെ BJP-ക്കേറ്റ ആഘാതം താങ്ങാനാകാതെ അയാളിങ്ങനെ വിറയലോടെ വിളിച്ചു പറഞ്ഞത് എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടില്ലേ? ഒന്നാമതായി വെടിവെച്ച് കൊല്ലാനാണ്. എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയാം എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് പറയുന്നത്. എന്താണെന്നറിയോ പറഞ്ഞത്? ജന്തർ മന്ദിർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും ഞാൻ ആദ്യം. എന്നിട്ട് ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ഈ 3 തവണ എൻ്റെ കണക്കെന്താണെന്ന് അറിയില്ല. അമ്പലത്തിന് ചുറ്റും 3 ചുറ്റും വരണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള എന്തോ ഒരു പരിപാടിയാണ്. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേർ മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും എന്നാണ് ടി.ജി. മോഹൻദാസ് പറയുന്നത്. ആശുപത്രിയിൽ ഇനി 3 തവണ എത്തിക്കും എന്നാണോ സ്വന്തം ഉള്ളിലിരിപ്പ് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അധിക്ഷേപം സ്ത്രീകൾക്കെതിരെയാണ്. അത് ബലാത്സംഗം ചെയ്യാനാണ് സ്ത്രീകളെ, സമരത്തിൽപ്പെടുന്ന സ്ത്രീകളെ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെ ഉള്ളതെന്നാണ് മൂപ്പര് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട പുതിയ വീഡിയോയിൽ വിശദീകരിച്ചത്. ബലാത്സംഗം കൂട്ടബലാത്സംഗമായി നടക്കും. ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് അവിടെയുള്ളത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥയിൽ മലമുകളിലെ കുഞ്ഞബ്ദുള്ള എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്നത് ഒരു സ്ത്രീ പറഞ്ഞതായാണ് ആ കഥ അവസാനിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ വർഗ ബഹുജന ഗുണ്ടന്മാരെല്ലാം ഈ പരിപാടികൾ ഇഷ്ടപ്പെടുന്നതാണ്. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ രക്തസാക്ഷിയായി എന്നാണ് ഈ ടി.ജി. മോഹൻദാസ് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ സ്ത്രീകളോട് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ക്രൂരമായി പെരുമാറുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. ചില ഇടങ്ങളിൽ ശൂലത്തിൽ കുത്തി സ്ത്രീകളെ കൊന്ന് ഉയർത്തി കാണിച്ചത് ഭൂതകാലത്തിലുള്ള കഥയാണ്. അതിനെക്കുറിച്ച് സിനിമയിൽ പറഞ്ഞപ്പോഴാണ് ഇവിടെ വലിയ കലാപുണ്ടാവുകയും പൃഥ്വിരാജിനെ ചീത്ത വിളിക്കുകയും ചെയ്ത് മുന്നോട്ട് വന്നത്. എന്തൊരു ക്രൂരനായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ.
അയാൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുടെ, സ്ത്രീ പ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ സമീപത്തേക്ക് പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ടി.ജി. മോഹൻദാസിൻ്റെ വിറ തീർത്തു കൊടുക്കാൻ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കേസെടുത്ത് അകത്തിടേണ്ട അക്രമാസക്തിയും അശ്ലീല ചിന്തയും ക്രിമിനൽ ബുദ്ധിയുമാണ് ആ വിറയാർന്ന ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. പോലീസിന് ഇനി എന്ന് ബോധ്യപ്പെടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നഞ്ചെന്തിന് നാനായി എന്ന് ടി.ജി. മോഹൻദാസിനെ കണ്ടുണ്ടാക്കിയ പഴഞ്ചൊല്ലാണോ എന്ന് എനിക്ക് മാത്രമാണോ തോന്നിപ്പോയത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇനി BJP MP കങ്കണ റണാവത്താണ്. ഇവിടെ കൃഷ്ണകുമാറും ജി മുതൽ മുകളിലോട്ട് ആൾക്കാരുണ്ട്, പക്ഷേ നമുക്ക് പ്രതീകാത്മകമായിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. ഇനി ദേശീയ മുഖമാണ്. സെലിബ്രിറ്റി ലെവലിൽ നിന്ന് ഭരണകൂടത്തിൻ്റെ ചില അധികാരങ്ങളൊക്കെ സ്വന്തമായ കൈപ്പിടിയിലേക്ക് എത്തപ്പെട്ട് അത് നിലനിർത്താൻ പാടുകിട്ടുന്ന കങ്കണ എന്ന് പറയുന്ന നടി. അവർ ഈ CJP പ്രതിഷേധത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇവരെന്താണ് കാണിക്കുന്നത്? ഇവരെയൊക്കെ ആരാണ് പെറ്റ് വളർത്തുന്നത്? ജെൻസി റീലുകൾ ഓക്കാനം ജനിപ്പിക്കുന്നതാണ്. നിങ്ങളെ തന്നെ പാറ്റകൾ എന്ന് വിളിക്കുകയും അവരെ പോലെ കാണുകയും പെരുമാറുകയും ചെയ്യുന്നു. ലോകത്തെ നിങ്ങളുടെ മാലിന്യത്തിനും വൃത്തികേടിനും വിധേയമാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ്. പ്രസവിച്ച അമ്മയെപ്പോലും അപഹസിക്കുന്ന തലത്തിലൊരു സ്ത്രീ, കങ്കണ സെന്നെ പോലുള്ളൊരു സ്ത്രീ ഈ സമരക്കാരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ആശയത്തെ അല്ലെങ്കിൽ സമീപനത്തെ അടയാളപ്പെടുത്തുന്നത്. സമരത്തിൽ CJPയുടെ നിലപാടുകളെ അംഗീകരിച്ച് മന്ത്രിയും രാജിവെച്ച് നിയമവും പുതുക്കി സാഷ്ടാംഗം വീണ് ഇനിയൊന്നും പറയല്ലേ പൊന്നോ, ഞങ്ങളിങ്ങനെ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് കേന്ദ്ര സർക്കാരും BJPയുടെ ഔദ്യോഗിക നേതൃത്വവും പരസ്യമായി തടി കൈച്ചലാക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ ഉള്ളിൽ അങ്ങനെയല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ് അവരുടെ സമീപനങ്ങളും അവരുടെ പോരാളികളുടെ പ്രതികരണങ്ങളും. അത് നിയമപരമായി അവർ കൊടുത്ത വാക്ക് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് മറ്റൊരു തരത്തിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ അവരുടെ പോരാളികൾ ഇത്തരത്തിൽ ഈ സമരത്തിനൊപ്പം നിന്ന ആളെയും സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളെയും അപഹസിച്ചും പരിഹസിച്ചും മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഏറ്റവും ഒടുവിൽ നമ്മുടെ NFDC തലവനായിരിക്കുന്ന കൃഷ്ണകുമാർജിയെ പോലുള്ളവർ ടൊവിനോ തോമസിനെയും ജോജുവിനെയും അടക്കം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർ മാത്രമാണ്. പോയിട്ട് പോലുമില്ല. അവരെ റെഡിയാക്കാൻ ഇറങ്ങി തിരിച്ചത് കണ്ടാൽ നമ്മൾ ഞെട്ടിത്തിരിച്ചു പോകും. മൂപ്പര് NFDCയിൽ നിന്ന് വാങ്ങുന്ന ശമ്പളത്തിനുള്ള പണി എടുക്കണമല്ലോ. ഓരോരുത്തരും അങ്ങനെ ആവും പോലെ കഷ്ടപ്പെടുകയാണ് പാവങ്ങൾ. ടി.ജി. മോഹൻദാസ് മുതൽ മാധവ് സുരേഷ് വരെയുള്ളവർ ഇങ്ങനെയും കഷ്ടപ്പെടുന്നു. അവർക്ക് നല്ലത് മാത്രം വരട്ടെ. പുതിയ തലമുറ ഇവരോടും യുദ്ധം ചെയ്ത് ജയിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് ഒരു സങ്കടം. നന്ദി, നമസ്കാരം.